നിഖില, ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് നിഖിലയുടെ ഒരു ജാതി ജാതകം എന്ന എല്ലാവരെയും കുടുകുടെ പ്രേക്ഷകരൊക്കെ തിയേറ്ററിൽ പോയി എല്ലാവരെയും കുടുകുടെ ചിരിപ്പിച്ച ഒരു ജാതി ജാതകം എത്തിയത്. ഇപ്പോൾ ഇതാ ഇനി വരുന്നു ഈ ഫെബ്രുവരിയിൽ ഗെറ്റ് സെറ്റ് ബേബി വരും. അപ്പം ഓരോ മാസവും ഇങ്ങനെ സിനിമകളുള്ള ഒരു തിരക്കുള്ള നായികയാണ്, ഒരു മന്ത്ലി സ്റ്റാറായി നിഖില മാറുന്നുണ്ടല്ലേ? ഇല്ല ഇല്ല, ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്ത് വരുന്ന സിനിമകളല്ല. ബിക്കോസ് ജാതകം ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നാളായി, എനിക്കൊന്ന് 2 വർഷത്തിന് മേലെയായി. പക്ഷെ ഇപ്പോഴാണ് റിലീസ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എല്ലാ സിനിമകളും, ഞാൻ അഭിനയിക്കുന്ന സിനിമകളൊക്കെ റിലീസ് ആവണേ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. അപ്പൊ റിലീസ് ആവുമ്പോൾ മന്ത്ലി സ്റ്റാർ ആയി പോകുന്നതാണ്, അല്ലാതെ ഞാനായിട്ട് മാസം സിനിമ ഇറക്കണതല്ല. അങ്ങനെ വരുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ്, കാരണം സിനിമകൾ റിലീസ് ആവണല്ലോ. ഇപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവസ്ഥ അതാണല്ലോ, സിനിമകൾ റിലീസ് ആവാത്തതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും വിഷമമുള്ള കാര്യം. റിലീസ് ആവുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് സന്തോഷമാണ്. ഓക്കെ, അതെന്തായാലും കൊള്ളാം, നല്ല മറുപടിയാണ്. അല്ലെങ്കിൽ അതോടൊപ്പം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ സ്വാഭാവികമായും ഈ നായികമാരൊക്കെ ഒരു നായികയാകുമ്പോൾ മുഴുനീളം ആ സിനിമയിൽ ഉണ്ടാവണമെന്നാണ് പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുക. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ജാതി ജാതകം എന്ന സിനിമയിൽ കുറച്ച് ചെറിയ റോൾ മാത്രമേ നിഖിലയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു നായികയായിട്ട് പോലും, ഒരു സ്റ്റാർ ആയി നിൽക്കുന്ന സമയത്ത് പോലും എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ചെറിയ റോൾ ഏറ്റെടുക്കാൻ നിഖില തയ്യാറായത്? അതിനുള്ളൊരു കാരണം എന്തായിരുന്നു? ഇല്ല, ആ സിനിമ ഞാൻ ചെയ്യുന്നതിന്റെ കാരണം പലപ്പോഴും സൗഹൃദങ്ങളാണ്. ആ സിനിമ അരവിന്ദന്റെ അതിഥികളുടെ ടീം ചെയ്യുന്നു എന്ന് പറയുന്നതായിരുന്നു എന്നെ സംബന്ധിച്ചുള്ള ഒരു ക്യാച്ച്. കാരണം അവരുടെ എല്ലാവരുടെയും കൂടിയാണ് എന്റെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമയാണ് അരവിന്ദന്റെ അതിഥികൾ. അപ്പൊ അവർക്ക് ആ സിനിമയിൽ ഞാൻ ഉണ്ടെങ്കിൽ അത് നന്നായിരുന്നു എന്ന് തോന്നിയ ഒരു പോയിന്റിലാണ് ഞാൻ ആ ക്യാരക്ടർ ചൂസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഗസ്റ്റ് റോള് പോലുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ അത് ആ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു ഗുണം അതിനെ കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ആ സിനിമയുടെ സക്സസ് കാണുമ്പോൾ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ശരി, എന്തായാലും ഇപ്പോൾ ഏതൊരു സിനിമ ഇറങ്ങുമ്പോൾ ഈ താരങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ സിനിമ വിജയിക്കണം, അതോടൊപ്പം തന്നെ സിനിമയിലെ പാട്ടുകൾ ആളുകൾ ഏറ്റെടുക്കണം. ഒരു ബസ്സിൽ പോകുമ്പോഴാണെങ്കിലും നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്കൊന്ന് ഒരു മൂളിപ്പാട്ടെങ്കിലും ആ സിനിമയിലെ പാട്ട് അങ്ങനെ പാടി ആളുകൾ നടക്കണമെന്നൊക്കെ എല്ലാ താരങ്ങളും ആഗ്രഹിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഗെറ്റ് സെറ്റ് ബേബി ഇറങ്ങാൻ പോകുന്നതിൽ, പക്ഷേ ആ സിനിമയിലെ ഈ മനമേ ആലോലം എന്നുള്ള പാട്ട് ഇപ്പോഴും യൂട്യൂബിൽ ട്രെൻഡിങ് ആണ്, 1ാം സ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായി എങ്ങനെയാണ് ഇനി, അതായത് മറ്റു പാട്ടുകളെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? സിനിമയിൽ ഇനി ഇറങ്ങാൻ പോകുന്ന പാട്ടുകളെ കുറിച്ചൊക്കെ. ആ പാട്ടുകൾ ഇനി റിലീസ് ആവാനുണ്ട്, ഓരോന്നായിട്ടൊക്കെ റിലീസാവും, ട്രെയിലർ റിലീസാവും, എല്ലാം ഉടനെ തന്നെ ഉണ്ടാവും. ഇത് എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഒരു 6ഓളം പാട്ടുകളുണ്ട്. സാംസിയസ് മ്യൂസിക് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഈ സിനിമയെ സംബന്ധിച്ച് ഒരു വലിയ പ്ലസ് ആണ്. കാരണം പുള്ളിയുടെ ഇതിന് മുന്നേ ഉള്ള വർക്കുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം എത്രത്തോളം വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ളത്. അപ്പം അത്രയധികം പാട്ടുകളുമുണ്ട്. അതിനനുസരിച്ച് ഉള്ള, എനിക്ക് തോന്നുന്നു ഇനി മനമേ ആലോലം പോലെ തന്നെ ഇനി വരുന്ന പാട്ടുകളും ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും തോന്നുന്നു. ഓക്കെ, ഞങ്ങൾ എന്തായാലും ആ പാട്ടുകൾക്ക് കാത്തിരിക്കുകയാണ്. മറ്റു പാട്ടുകളൊക്കെ വരട്ടെ, ഞങ്ങൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. എന്തായാലും ഇപ്പോൾ മനമേ ആലോലം പോലെ തന്നെയുള്ള മികച്ച പാട്ടുകളാവട്ടെ ഇനി വരാനുള്ളതും. ഓക്കെ, എന്തായാലും നിഖില, ഈ ട്രെയിലർ ടീസർ ഒന്നും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല, ഞങ്ങളത് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പ്ലാൻ ഇല്ലേ? എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ലല്ലോ, ഉടനെ എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പൊ ഈ ആഴ്ചകളിലെ റിലീസുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പതുക്കെ നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങും. ഓക്കെ, ഇപ്പോൾ ഗെറ്റ് സെറ്റ് ബേബിയുടെ കാര്യം പറയുകയാണെങ്കിലേ ഒരു ലോഡ് ആളുകളുണ്ട് ഇതില്ല, ഒരു ലോഡ് അഭിനേതാക്കൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഞങ്ങളൊരു ലിസ്റ്റ് എടുത്തിട്ട് ഇതിൽ കാസ്റ്റിന്റെ ആളുകളൊക്കെ ഒന്ന് പറയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലിപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? അത്രമാത്രം ആളുകൾ അഭിനയിക്കുന്നുണ്ടല്ലോ സിനിമയിൽ. ഇല്ല, ഞങ്ങൾ തന്നെ പ്രൊമോഷനിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് ലിറ്ററലി. കാരണം ഓരോ പ്രൊമോഷൻസിലും ഒരു 5-6 ആർട്ടിസ്റ്റിന്റെ പേരാണ് പറയണത്. അത്രയധികം ഞങ്ങൾക്ക് കോമ്പിനേഷനുള്ള ആൾക്കാർ കൂടുതൽ ഈ പറയുന്ന എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ടും കോമ്പിനേഷൻ ഉള്ളത് ഉണ്ണിക്കാണ്. അപ്പൊ ഞങ്ങൾ തന്നെ പല സ്ഥലത്ത് പോകുമ്പോഴും മറന്നു പോകും എല്ലാവരുടെയും പേര് പറയാൻ. അത്രയധികം ആർട്ടിസ്റ്റുകളുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് അത് ഗുണം ചെയ്യുമെന്ന് വിചാരിക്കണം. ഈ സിനിമയ്ക്ക് അത് ആവശ്യമാണ് എന്നുള്ളത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബിക്കോസ് ഒരു കുഞ്ഞു ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഒരു 2 സീനുള്ള ആളാണെങ്കിലും അത് ആവശ്യമായതുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ ആക്ടറിനെ കാസ്റ്റ് ചെയ്തത് എന്നുള്ളത് സിനിമ കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും.
ഓക്കെ, ഇപ്പം നമ്മുടെ ഡയറക്ടറിലേക്ക് വന്നാൽ അദ്ദേഹത്തിനെ കുറിച്ച് പരാമർശിച്ച് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഡയറക്ടറിലേക്ക് വന്നാൽ നമുക്കറിയാം വിനയുടെ ആദ്യ സിനിമ കോഹിനൂർ ആയിരുന്നല്ലോ അല്ലേ. അപ്പോൾ അതിനുശേഷമുള്ളത് ഗെറ്റ് സെറ്റ് ബേബി വരികയാണ്. അപ്പോൾ കുടുംബ പ്രേക്ഷകർ തന്നെ ആയിരിക്കും നിങ്ങളുടെ ലക്ഷ്യമല്ലേ, അവരെ പിടിച്ചെടുത്തുക എന്നുള്ളതിന്റെ ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ഗെറ്റ് സെറ്റ് ബേബി വരുന്നത് അല്ലേ നിഖില? ഡെഫിനറ്റ്ലി അത് അങ്ങനെയാണെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. കാരണം വിനയ് ഗോവിന്ദ് ആസ് എ മേക്കർ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളല്ല. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഒരു 10 വർഷം മുന്നേ ആണ് കോഹിനൂർ റിലീസ് ആയിരിക്കുന്നത്. ഈ 10 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ കോഹിനൂറിനെ പറ്റി സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ക്രാഫ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ 10 വർഷത്തിന് ശേഷം ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ അദ്ദേഹവും അതിൽ ഒരുപാട് വർക്ക് ചെയ്യുകയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതും അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഈ സിനിമ വർക്ക് ആവുമെന്നും നമ്മൾ വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്. പക്ഷെ ആക്ച്വലി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓവർ കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ ഒരു കാര്യമുണ്ട്, അതായത് ഒരു ദിവസം തന്നെ 3-4 സിനിമകൾ റിലീസ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ ഇന്നലെ നമുക്കറിയാം വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പൊ ഇന്നലെ മാത്രം 3-4 സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത്. അപ്പോൾ ആളുകൾ നമ്മുടെ സിനിമയിലേക്ക് എത്തണം, അതൊരു വലിയ കൺഫ്യൂഷനുള്ള അല്ലെങ്കിൽ ഒരു വലിയ ടെൻഷനുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയാണ് നമ്മൾ ഈ ആളുകളെ പിടിച്ച് തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്? എന്താണ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ രണ്ടാളുടെ അഭിപ്രായ വിഷയത്തിൽ? ഇല്ല, എനിക്കും അതേ കൗതുകമുണ്ട്. കാരണം നമ്മള് സിനിമയില് ഇതിന്റെ മൂവി പ്രൊഡക്ഷൻ നടക്കുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് പ്രീ പ്രൊഡക്ഷനിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും ഒക്കെ ഇവരെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്കും കൃത്യമായ ധാരണയില്ല. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ ട്രെയിലറോ അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റേഴ്സ് ഒക്കെ വഴി ആൾക്കാരിൽ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക, എന്നിട്ട് അങ്ങനെ ആൾക്കാർ ഓഡിയൻസിന് തിയേറ്ററിലേക്ക് വരുത്തുക എന്നുള്ളതായിരിക്കാം ഉദ്ദേശിക്കുന്നുണ്ടാവുക. പക്ഷെ പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ എടുക്കണ്ടല്ലോ. അപ്പൊ ആ സിനിമകളൊക്കെ തിയേറ്റേഴ്സിൽ വരേണ്ടതാണ്. അപ്പൊ അതിനുള്ള ഒരു ടൈമും സ്ലോട്ടും കിട്ടിക്കഴിയുമ്പോൾ അവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനിപ്പോ നമുക്ക് എല്ലാ സിനിമകളും എല്ലാവരും കാണുന്നതാണ് ഞങ്ങൾ സിനിമയിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷവും ആഗ്രഹവും. അപ്പൊ അങ്ങനെ സിനിമ നന്നായി കഴിഞ്ഞാൽ ആൾക്കാർ അത് തിയേറ്ററിൽ സ്വീകരിക്കും. അത് എത്ര സിനിമകൾ ഉണ്ടെങ്കിലും എനിക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ക്ലാഷ് റിലീസൊക്കെ വെച്ച് 2 സിനിമകളും ഹിറ്റായിട്ടുള്ളത് 3 സിനിമകളും ഹിറ്റായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അവർക്ക് സമയം പോലെ അവർ പോയി കാണും എന്നുള്ളതാണ് പ്രതീക്ഷ. ഓക്കെ, നിഖില, നമ്മളിപ്പോൾ നിഖിലയുടെ ഒരു ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂ എടുത്തിട്ട് ആ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് നിഖിലയുടെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അതിൽ കാണുന്ന ഒരുപാട് ക്യാപ്ഷൻ ഉണ്ട്. നിഖിലയുടെ തഗ് മറുപടി അല്ലെങ്കിൽ ചുട്ട മറുപടിയുമായി നിഖില, അല്ലെങ്കിൽ വായടപ്പിച്ച് ആങ്കറിനെ വായടപ്പിച്ച് നിഖില, അങ്ങനെ കുറേ ക്യാപ്ഷനുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ഇപ്പോഴാണെങ്കിൽ എന്നോട് സംസാരിച്ചപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നിഖില വളരെ സീരിയസ് ആയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. എന്തായാലും എന്നോട് അത്തരത്തിലൊന്നും സംസാരിച്ചിട്ടില്ല. എങ്ങനെയാണ് അങ്ങനെ ഈ തഗ് മറുപടികളൊക്കെ ഉണ്ടാവുന്നത്? ഇങ്ങോട്ട് കയറി ചൊറിയുന്നവരെ അങ്ങോട്ട് കയറി മാറ്റുന്ന പരിപാടി തന്നെയാണോ? അല്ല, എന്നോട് ഈ ചോദ്യങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതല്ല. ബേസിക്കലി എനിക്കുള്ളത്, നമ്മളൊരു സിനിമയുടെ പ്രൊമോഷൻസിന് പോയിരിക്കുന്ന സമയത്ത് എനിക്കറിയാം ഇപ്പോൾ അങ്ങനെ ആണെങ്കിലാണ് ആൾക്കാർക്ക് അത് കാണാൻ ഇഷ്ടം ഉണ്ടാവുക എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ആ സിനിമയെ പറ്റിയുള്ള ചോദ്യങ്ങൾ വളരെ കുറയുകയും അത് വളരെ പേഴ്സണലി ഉള്ള ചോദ്യങ്ങളാവുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ സമയം കൊടുത്തിരിക്കുന്നത് ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാനാണ്. ഇപ്പൊ അത് ഏത് സിനിമയാണെങ്കിലും നമ്മളുടെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും നമ്മളാണെങ്കിലും ആ സിനിമ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ബേസിക്കലി. അപ്പൊ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തംബ്നെയിൽ കൊടുത്ത് അതിനെ ആൾക്കാർ കാണുന്ന രീതിയിൽ മാറ്റി ആ സിനിമയെ പറ്റി ഒരു ഹാഷ്ടാഗ് പോലും വരാതിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ എന്തിനാ നമ്മുടെയൊക്കെ ലൈഫിൽ സമയത്തിന് വിലയുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ അല്ലാത്ത പക്ഷം പേഴ്സണൽ ഇന്റർവ്യൂസോ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചാറ്റോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൊടുക്കാത്ത ഒരാളാണ്. അപ്പം സിനിമയുടെ പ്രൊമോഷൻസിന് പോകുമ്പോൾ ബേസിക്കലി അത് മാത്രമായിട്ട് അന്വേഷിക്കുക, അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവര് ചെയ്യേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ടാണ്. അല്ലാണ്ട് ഞാനിപ്പോ കരുതിക്കൂട്ടി അവരെ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ച് സെറ്റ് ചെയ്ത് പോയിരിക്കുന്നതൊന്നുമല്ല. ചിലപ്പം അങ്ങനെ കേൾക്കുമ്പം പ്രതികരിക്കാൻ തോന്നും, അങ്ങനെ അറിയാണ്ട് വന്നു പോകും, അങ്ങനെയാണ്. അല്ലാണ്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതോ കാര്യങ്ങളോ ഒന്നും അല്ല. പിന്നെ ഈ തഗ് എന്ന് പറയുന്ന സാധനവും മീഡിയ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഞാനായിട്ടോ അല്ലെങ്കിൽ ജനറലി ഇപ്പൊ എന്റെ കൂടെയുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുക. അവർക്കത് കേൾക്കുമ്പോൾ അതാണ് അങ്ങനെ ഒരു ടൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ആൾക്കാർ എന്താണെന്നറിയാൻ വേണ്ടി ക്യൂരിയോസിറ്റി കാണും എന്നറിയാൻ വേണ്ടിയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതിപ്പം നിങ്ങൾ ഒരു സാറ്റലൈറ്റ് മീഡിയ ചോദിക്കുന്ന അളവിലേക്ക് വലുതാവുമ്പോൾ അത് എത്രത്തോളം അതിന് ഇമ്പാക്ട് ഉണ്ട് എന്നുള്ളത് ആലോചിക്കാമല്ലോ.
അത് മീഡിയ സ്വഭാവം ഞാൻ പറഞ്ഞു തരണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ്, കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഓക്കെ, ഇനിയിപ്പം രണ്ടുപേരോടും കൂടിയാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്, അതായത് ഒരു സിനിമ ഇറങ്ങുന്നു, അപ്പോൾ ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാക്കുക, അങ്ങനെ ഒരു അറ്റൻഷൻ, അതായത് ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു അറ്റൻഷൻ ഉണ്ടാക്കുക ആളുകളുടെ ഇടയിൽ, ആ വിവാദത്തിന് ശേഷം ആളുകളിലേക്ക് ആ സിനിമയുടെ പേരെത്തുന്നു, അപ്പോൾ എന്നാൽ ഈ സിനിമ ഒന്ന് കണ്ടു കളയാം എന്ന് ആളുകൾക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്നാണ് നിങ്ങൾ കരുതുന്നത്, അല്ലെങ്കിൽ അത് ശരിയാണോ? അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഒരു വിവാദമുണ്ടാക്കി സിനിമ മാർക്കറ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ വൈറലാക്കിയിട്ട് സിനിമ മാർക്കറ്റ് ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് അതിന്റെ ഒരു ബേസിക് ലോജിക് എന്ന് എനിക്ക് തോന്നുന്നത് സിനിമ തന്നെയാണ് സംസാരിക്കേണ്ടത്. സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ സിനിമ പ്രൊമോഷന് വേണ്ടി വരുന്നത്. ബാക്കി സംസാരിക്കേണ്ടത് സിനിമയാണ്, അല്ലാതെ വിവാദങ്ങളോ അല്ലെങ്കിൽ കോൺവെർസേഷൻസിൽ ഉണ്ടാവുന്ന വൈറൽ കണ്ടന്റോ ഒന്നുമല്ല. അപ്പൊ പേഴ്സണലി എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഇന്റർവ്യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്ന് ഞാനും മനസ്സിലാക്കുന്നു. പക്ഷെ എനിക്കത് വളരെ അപരിചിതവും ഭയങ്കര എന്താണ് ഇത് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത പോലത്തെ ഒരു കാര്യമാണ്. ശരി, ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ടീമിനെ കുറിച്ചൊന്ന് പറയാമോ? എല്ലാവരും പുതിയ ആളുകളാണല്ലോ അല്ലേ, അവരെ കുറിച്ച് കൂടി ഒന്ന് പറയാം, കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇത് 2 പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, സ്കാന്ത മൂവീസ് ആൻഡ് പിന്നെ കിങ്സ്മൻ പ്രൊഡക്ഷൻസ്. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഗെറ്റ് സെറ്റ് ബേബിനെ സംബന്ധിച്ച് അവരുടെ ഇപ്പം എല്ലാ പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചും അവരുടെ സിനിമകൾ പ്രത്യേകതയുള്ളതാണ്. പക്ഷെ ഒരു പുതിയ പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുമ്പോൾ അവരുടെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ ബേബി പോലുള്ള ഒരു ഫീലുള്ള സിനിമയാണ്. അപ്പൊ അതിന്റെ കൂടെ മാക്സിമം നിൽക്കുക എന്ന് പറയുന്നതാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ ആ സിനിമയുടെ പ്രൊമോഷൻസിന് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ സിനിമയുടെ പാർട്ടായിരിക്കുക, അവരുമായിട്ട് നല്ല രീതിയിൽ അസോസിയേറ്റ് ചെയ്ത് പോവുക എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നു എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എനിക്കും വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഈ പ്രൊഡക്ഷൻ ഹൗസസിന്റെ കൂടെ വർക്ക് ചെയ്തതിൽ. എനിക്ക് ജനറലി ഞാൻ വളരെ ഒരു ഡയറക്ടേഴ്സ് ഫ്രണ്ട്ലി ആർട്ടിസ്റ്റ് എന്നുള്ളത് പോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി ആർട്ടിസ്റ്റ് ആയിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ഈ പ്രൊഡക്ഷൻ ഹൗസസും ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഒരു സിനിമകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ എക്സ്പീരിയൻസ് അവരെപ്പോഴും നോക്കുമല്ലോ. സോ ഇതൊരു ബാഡ് എക്സ്പീരിയൻസ് ആവാതിരുന്നാൽ മാത്രമേ അവർക്കൊരു ഫ്യൂച്ചർ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പൊ അതിലേക്ക് അവർക്ക് കൂടുതൽ പോകാൻ പറ്റട്ടെ, ഇനി ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ആക്ച്വലി. സ്കന്ദ ഫിലിംസ് ആൻഡ് കിങ്സ്മൻ ഞങ്ങൾക്ക് അറിയാവുന്ന സജീവേട്ടനെയാണ്. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ പ്രൊഡക്റ്റ് നന്നാക്കാൻ എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം അതാത് സമയങ്ങളിൽ ഒരു ഡിലേ ഇല്ലാതെ, അതിനൊരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ അത് മാനേജ് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിസ്റ്റിനെ കംഫർട്ടബിൾ ആക്കുന്നതും ഒരു പരിധിവരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ബിക്കോസ് നമുക്ക് എന്നാലേ പെർഫോം ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ് ഇത്. അവരുടെ ഫസ്റ്റ് മൂവിയാണ്. ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആക്ച്വലി പേഴ്സണലി ആശംസിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒന്നും കൂടെ ആശംസിക്കുന്നു. യെസ്, എന്തായാലും സിനിമയ്ക്ക് ഞങ്ങളുടെ എല്ലാ ആശംസകളും നേരുകയാണ്. പൂർണ്ണ വിജയമാകട്ടെ, ആളുകളൊക്കെ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തട്ടെ. ഗെറ്റ് സെറ്റ് ബേബി വലിയ വിജയമാവട്ടെ, അക്കാര്യത്തിൽ എന്നാലും സംശയമില്ല, വിജയമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്തായാലും വളരെ നന്ദി രണ്ടുപേർക്കും ന്യൂസ് 18-ൽ ന്യൂസ് 3-ക്കൊപ്പം അതിഥിയായി ചേർന്നതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.